ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ എപ്പോഴല്ലേ ഗൈസ് നമ്മുടെ ഷിൻജാനല്ലേ, ഷിൻജാൻ. ഓക്കെ, നമ്മുടെ ഷിൻജാനുകളൊക്കെ എന്തായാലും ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും ഒരു ചാലഞ്ചുകളൊക്കെ എന്തായാലും കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ചാലഞ്ച് എന്താണെന്ന് ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ, അഥവാ നമ്മളെന്തായാലും ഈ ഒരു ചാലഞ്ചിനുകളൊക്കെ ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഷിൻജാനുകളൊക്കെ നമുക്ക് എന്തായാലും ഒരു സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങിച്ചു തരുന്നതാണ്. ഓക്കെ, അഥവാ നമ്മൾ ഈ ചാലഞ്ചിനുകളൊക്കെ തോക്കണമെങ്കിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഷിൻജാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും കേസ്. അങ്ങനത്തെ ഒരു ചാലഞ്ചുകളൊക്കെയാണ്. ഓക്കെ, എന്തായാലും ചാലഞ്ച് എന്താണെന്ന് ഇപ്പം എന്തായാലും പറഞ്ഞു തരിക കേട്ടോ. നമുക്ക് എന്തായാലും ഷിൻജാനോട് ഞാൻ ചോദിക്കാം. എടാ ഷിൻജാനെ, നീ നേരത്തെ ചാലഞ്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എന്ത് ചാലഞ്ചടാ പറയടാ, ഞാൻ എല്ലാത്തിനും റെഡിയാണ്. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഫ്രാങ്ക്ലിൻ ചേട്ടനാണെങ്കിൽ ബാങ്ക് റോബിങ് പോയിട്ട് വേറെ എന്ത് കാര്യത്തിലും 1 crore rupees ഉണ്ടാക്കണം. എന്താണ് 1 കോടി റുപ്പീസാ? ഇതൊക്കെ സിമ്പിളല്ലേടാ ഷിൻജാനെ. അങ്ങനെയല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടനെ കാറടിച്ച് മാറ്റി വിൽക്കാം, വേറെ എന്ത് രീതിയിൽ വേണമെങ്കിലും പൈസ ഉണ്ടാക്കാം. പക്ഷെ ഒരിക്കലും ബാങ്ക് റോബിങ് മാത്രം ചെയ്യല്ലേ. ബാങ്ക് റോബ് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അല്ലാതെ തന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ കിടിലനായിട്ട് 1 കോടി റുപ്പീസ് ഉണ്ടാകണം. എന്നാൽ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഞാൻ ഒരു അടിപൊളി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരും. അഥവാ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇതിലെങ്ങാനും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തരേണ്ടി വരും. എടാ ഷിൻജാനെ, നീ എന്തൊക്കെയാണ് ഈ പറയണത്? ശരി ശരി, ഞാൻ ഈ ചലഞ്ചിന് അക്സെപ്റ്റ് ചെയ്ത്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ചേട്ടനാണെങ്കിൽ പോയിട്ട് 1 കോടി ഉണ്ടാക്കിട്ടാ. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിരിക്കേ. കൊള്ളാടെ ഷിൻജാനെ, നീ കൂടെ വാടാ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഗ്രാനിയമ്മയുടെ പുട്ടുംകടലേക്ക് ഉണ്ടാക്കട്ടെ. ഫ്രാങ്ക്ലിൻ മോനെ, പുട്ടുംകടലേക്ക് കഴിച്ചിട്ട് ഒന്ന് ഗ്രാനി. എനിക്കിവിടെ അത്യാവശ്യമായിട്ടൊരു ചാലഞ്ച് ഏറ്റെടുത്തേക്കാണ്. എനിക്കങ്ങനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ജയിച്ചേ പറ്റും ഗൈസ്. നമ്മുടെ ഷിൻജാനുകളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും 1 കോടി റുപ്പീസ് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, എന്തായാലും ഇവിടെ ഇപ്പോൾ 1 കോടി എങ്ങനെ ഉണ്ടാക്കും? നമുക്കാണെങ്കിൽ ബാങ്ക് റോബിങ് പോയിട്ട് വേറെ എന്താണെന്ന് ചെയ്യാം കേട്ടോ. നമ്മൾ പിന്നെ ചീറ്റിംഗ് ഒന്നും കാണിക്കുമല്ലോ. ഓക്കെ, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നമ്മുടെ വീടും കാറൊക്കെ വിറ്റാലോ. അത് വേണ്ട, വീടും കാറൊക്കെ വിറ്റ അവസാനം എനിക്കൊന്നും കാണൂല ഗൈസ്. ഓക്കെ, നമുക്കാണെങ്കിലില്ല വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാം കേസ്, അല്ലാതെ ശരിയാവത്തില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും എൻ്റെ ഡിഫൻഡർ എടുത്തുകൊണ്ട് വന്നാലും വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വെളിയിലൊക്കെ നോക്കാം കേസ്. അത്യാവശ്യം നല്ലൊരു വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതെന്തായാലും കൊണ്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാം കേസ്. ഓക്കെ, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഡിഫൻഡറാണ് ഉള്ളതെന്ന് വെച്ചാൽ കേട്ടാ. ഇത് ഞാൻ ഒരിക്കലും വിൽക്കില്ല കേസ്. ഓക്കെ, ഇത് വിറ്റ് കഴിഞ്ഞാൽ അവസാനം വലിയ കാര്യമായിട്ട് ക്യാഷ് കാര്യങ്ങളൊന്നും തന്നെ കിട്ടത്തില്ല. കാരണം വെച്ചാൽ ഇത് ഒന്നാമത് നല്ല പഴയ വണ്ടിയാണ് കേസ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഓക്കെ, അത് മാത്രമല്ല എനിക്ക് ഒരിക്കലും ഈ വണ്ടി വിൽക്കാൻ തോന്നില്ല കേസ്. കാരണം വെച്ചാൽ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേസ് ഈ ഡിഫൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ആളി ഒരു കിടില ലുക്കാണ് കേസ്. ഓക്കെ, എൻ്റെ പൊന്നെ മറിയല്ലേ ഗായ്സ്, ഒരു അടിപൊളി ഐഡിയ ഉണ്ട് ഗൈസ്. നമ്മുടെ റോട്ടിൽ നമുക്കിപ്പോൾ ഒരു ഡിഫൻഡർ വെക്കൊണ്ടിരിക്കല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്കില്ല നൈസായിട്ട് ആ ഡിഫൻഡറിനെ അങ്ങ് അടിച്ചു പറ്റാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഒരു ഡിഫൻഡർ പോകുന്നുണ്ട്. വണ്ടി എടുത്തടാ, വണ്ടി എടുത്തടാ. ആരാ അത്? ഞാൻ എൻ്റെ വണ്ടി തരുന്നില്ല. മര്യാദയ്ക്ക് നിന്റെ കൂടെ വണ്ടി നിർത്താൻ പറഞ്ഞ? ഇല്ല ചേട്ടാ, ഞാൻ എൻ്റെ വണ്ടി നിർത്തിയെന്നില്ല. എടാ, നിന്റെ കൂടെയാണ് മര്യാദയ്ക്ക് വണ്ടി നിർത്താൻ പറഞ്ഞ. ചേട്ടൻ എന്തിൻ്റെ കേട്? ചാവണമെങ്കിൽ പോയി ചത്തൂടെ? എടാ മോനെ, എനിക്ക് ഈ വണ്ടി വേണം. എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ്റെ കയ്യിലുള്ളത് ഡിഫൻഡർ അല്ലേ? എൻ്റെ കയ്യിലുള്ളത് ഡിഫൻഡർ. ചേട്ടൊന്ന് പോയേ. എടാ മോനെ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ നിന്നെ അടിച്ചു കൊല്ലും. അയ്യോ ചേട്ടാ, വണ്ടി എടുക്കല്ലേ ചേട്ടാ, അതെൻ്റെ അച്ഛൻ്റെ വണ്ടിയാണേ, അച്ഛനെ എടുത്തിട്ട് കൊല്ലും ചേട്ടാ. ഒന്ന് പോടാർന്ന്. ഞാൻ എങ്ങനെയെങ്കിലും ഈ ചാലഞ്ചിന് എനിക്ക് ജയിച്ചേ പറ്റുമോ. ഞാൻ ഇതുവരെയായിട്ട് ഒരു ചാലഞ്ചിനും തോറ്റിട്ടില്ല. ലാമറിൻ്റെ കൂടെ ഒരിക്കൽ എന്തോ ഒരു സ്റ്റണ്ട് റേസിന് തോറ്റിട്ടുണ്ട്, അല്ലാതെ തോറ്റിട്ടില്ല. ഷിൻജാൻ്റെ അടുത്ത് ഇതുവരെയായിട്ട് ഞാൻ തോറ്റിട്ടില്ല. എനിക്കങ്ങനെ ഇതിൽ ജയിച്ചേ പറ്റും. ഓക്കെ, നമ്മളപ്പോൾ ഈ അവസ്ഥയിൽ ഈ വണ്ടി കൊണ്ട് കൊടുത്ത് എത്ര രൂപ കിട്ടുമായിരിക്കും? ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് വെച്ചാൽ ഗൈസ് 1 കോടി രൂപയാണ് കേട്ടാ. 1 കോടി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 60 ലക്ഷം രൂപയെങ്കിലും വേണം കേസ്. ഓക്കെ, 60 അല്ലെങ്കിൽ ഒരു 80. ഓക്കെ, 50-ന് കൂടുതൽ കുറയാൻ പാടില്ല കേസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്കില്ല ഈ വണ്ടിയുടെ കളറൊന്ന് മാറ്റി കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഇറക്കാം കേട്ടാ. ഇത് മറ്റേ നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ വണ്ടി പോലെ ആക്കിയെടുത്താലോ നമുക്ക്? എന്ത് പറയുന്നു? ഓക്കെ, നമ്മുടെ മറ്റേ മാർക്കോ സിനിമയിലുള്ള നമ്മുടെ ഉണ്ണിമുകുന്ദനല്ലേ? ഓക്കെ, ഉണ്ണിമുകുന്ദൻ്റെ കാർ പോലെ ആക്കിയെടുത്താലോ നമുക്ക്? എന്ത് പറയുന്നു? അതുപോലെ ആക്കിയെടുക്കാം അല്ലേ? ആ ബ്ലാക്ക് കളർ ഡിഫൻഡർ റേസ്. ഓക്കെ, നമ്മുടെ മാർക്കയിലുള്ള പോലെ. ബെസ്റ്റ്. ഇപ്പം ഞാൻ ഒന്നാമതേ വണ്ടി കൊണ്ടുപോയി ഇടിച്ച് നശിച്ചു. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഗ്യാരേജ് കൊണ്ടുപോയി വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്ത് എടുക്കാം കേസ്. എന്നിട്ട് നമ്മുടെ മാർക്കോ സിനിമയിലുള്ള നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ വണ്ടി പോലെ ആക്കിയെടുക്കാം കേസ്. ഓക്കെ, അപ്പോൾ കാണാൻ അടിപൊളി ലുക്കായിരിക്കും. ഓക്കെ, ഫ്രാങ്ക്ലിൻ്റെ ഫ്രണ്ടുള്ള ബെന്നിയുടെ ഗ്യാരേജ് കൊടുത്ത് വണ്ടി ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മറ്റേ മാർക്കോ സിനിമയിലുള്ള ഉണ്ണിമുകുന്ദൻ്റെ വണ്ടി പോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതെന്തായാലും നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. നമുക്കെന്തായാലും ഇനി എന്തായാലും ഈ വണ്ടി കൊണ്ട് വിൽക്കാം കേട്ടാ. റിയലായിട്ട് പുള്ളിക്ക് എന്തായാലും ഈ വണ്ടി തന്നെ ഉണ്ട് കേട്ടാ. റിയലായിട്ട് നമ്മുടെ ഉണ്ണിമുക്ക് തന്നെ ഒരു ഡിഫൻഡർ ഉണ്ട് കേസ്. ഓക്കെ, എന്തായാലും നമ്മൾ ആ സിനിമയിലുള്ള പോലെ ബ്ലാക്ക് പെയിന്റ് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. എന്നാൽ നമുക്കൊരു എക്സ്ട്രാ ഒരു 10 ലക്ഷം രൂപ കിട്ടിയാലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഏകദേശം 2-3 ലക്ഷം രൂപ ആയിട്ടുണ്ട് കേട്ടോ പെയിന്റ് അടിച്ച് ഈ ഗതിയിലോട്ട് ആക്കി എടുക്കാനായിട്ട്. ഓക്കെ, മാക്സിമം തട്ടല്ലോ. ഇതിൻ്റെ ഡോർ എന്താണെന്ന് പറയാത്തത് എനിക്കറിയണം. ഓക്കെ, നമുക്കെന്നാലും ഈ ഷോറൂമിൽ കയറ്റി നമുക്ക് ഈ വണ്ടി അങ്ങനെ നൈസറങ്ങ് സെല്ലിയാക്കി. ഇതെന്താ ആരും ഇല്ലേ ഈ ഷോറൂമിൽ? എൻ്റെ പൊന്നെ, ഈ ഷോറൂം ഫുള്ള് കാലിയായി കിടക്കുകയാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടിയില്ല സ്റ്റൈലിലൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാം. ഓക്കെ, ഹലോ ഇവിടെ ആരുമില്ലേ? ഹലോ ഹലോ ഇവിടെ ആരുമില്ലേ? ആ ഉണ്ടല്ലോ ചേട്ടാ, ഞാൻ മോളിലാണേ, 1 മിനിറ്റ് ഇപ്പോൾ വരാം. ആ ശരി ശരി, പതുക്കെ വന്നാൽ മതി, താൻ ധൃതി പിടിച്ച് വരേണ്ട ആവശ്യമില്ല. ആ എന്താണോ സാറേ, വണ്ടി എടുക്കാൻ വന്നാണോ? വണ്ടി എടുക്കാൻ വന്നാ? ഞാനിവിടെ ഷോറൂമിൽ വണ്ടിയൊന്നുമില്ലല്ലോ, ഞാൻ വണ്ടി സെല്ല് ചെയ്യാൻ വന്നതാണ്. ആ ശരി ശരി, സാറിൻ്റെ കാർ ഏതാണ്? ആ എൻ്റെ കാറെന്ന് വെച്ചാൽ ഈ കാണുന്ന ബ്ലാക്ക് ഡിഫൻഡറാണ് കേട്ടാ. ഈ വണ്ടി ഒരു കിടില വണ്ടിയാണ്. ഇത് നമ്മുടെ മറ്റേ മാർക്കോ സിനിമയിലുള്ള ഉണ്ണി മുകുന്ദൻ്റെ വണ്ടി പോലെ ആക്കിയെടുത്ത ഒരു വണ്ടിയാണ്. ആ വണ്ടി കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടാ. വണ്ടി മറ്റേ മാർക്കോ സിനിമയിലുള്ള ഉണ്ണി മുകുന്ദൻ്റെ വണ്ടി പോലെ തന്നെ ഉണ്ട്. പക്ഷേ റിയൽ വണ്ടി അല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനൊരു 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ തരാം. എന്തുകൊണ്ട് 50 ലക്ഷം രൂപയോ? എടോ, ഈ വണ്ടിക്ക് ഒന്നാതെ 1 കോടി രൂപയാണ്. അതല്ലാതെ തന്നെ ഞാൻ 20 ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻ ഈ വണ്ടി ചെയ്തിട്ടുണ്ട്. എന്നാലും എൻ്റെ ചേട്ടാ, എന്നാലും ഇത്രയും രൂപയ്ക്ക് ഈ വണ്ടി എന്നാൽ ശരി, ഒരു 60 ലക്ഷം രൂപ പോരെ? ആ ശരി ശരി, 60 ലക്ഷം രൂപയ്ക്ക് 60 ലക്ഷം രൂപ 60 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടു. ആ ശരി ചേട്ടാ, ഇപ്പം സെറ്റാക്കി തരാം, വെയിറ്റ് 10 മിനിറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും ഇല്ല നൈസായിട്ട് എന്തായാലും ഒരു 60 ലക്ഷം രൂപ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. എന്തായാലും ഇനി നമുക്കൊരു 40 ലക്ഷം രൂപ ഉണ്ടാക്കിയാലേ കൈസ് നമുക്ക് എന്തായാലും 1 കോടിയാക്കാൻ പറ്റത്തുള്ളൂ കൈസ്. ഓക്കെ, നമ്മളെന്തായാലും മാർക്കോ സിനിമയിലുള്ള വണ്ടി എന്ന് പറഞ്ഞിട്ട് പോലും വലിയ കാര്യമില്ല കൈസ്. ഓക്കെ, ആ സിനിമയിലുള്ള വണ്ടിയായിരുന്നെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 കോടിയെങ്കിലും കിട്ടുമായിരുന്നു കേട്ടാ. കുഴപ്പമില്ല. ഓക്കെ, നമുക്കെന്തായാലും ഈ ഫോർച്യൂണർ എടുത്തിട്ട് പോകും. ഇത് ഞാൻ വിൽക്കാൻ എടുക്കണേന്നല്ലോ. ഓക്കെ, ഇത് ഞാൻ തൽക്കാലത്തേക്ക് എടുത്തതാണ്. ഓക്കെ, നമുക്കിനി വേറെ എന്തെങ്കിലും വെച്ച് നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം കൈസ്. ഓക്കെ, നമുക്ക് റോട്ടിൽ കിടന്ന് പിച്ചെടുത്താലോ? അല്ലാതെ ഇപ്പോൾ വേറെ എന്ത് വഴി നമുക്ക് 1 കോടി ഉണ്ടാക്കേ? ഈ ഷിൻചാൻ എന്ത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ചാലഞ്ചാണ് തന്നത്. മര്യാദയ്ക്കല്ല ബാങ്ക് റോബിങ്ങും എല്ലാം ചെയ്തിരുന്നെങ്കിൽ ഒരു 50 മില്യണെങ്കിലും ഉണ്ടാക്കിയെടുക്കായിരുന്നു കൈസ്. ഓക്കെ, ഇതിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ തന്നില്ല കേട്ടാ. നമുക്ക് പിന്നെയും കാർ അടിച്ചാടി വിറ്റാലാ? അത് വേണ്ട, നമുക്ക് വേറൊരു കിടില ഐഡിയ ഉണ്ട് കേട്ടാ. ഇത് വർക്കാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാലും നോക്കിയേക്കാം. ഓക്കെ, എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാനാണെങ്കിലല്ലേ നൈസായിട്ട് എന്തായാലും നമ്മുടെ ലെസ്റ്ററിനെ ഇപ്പോൾ വിളിക്കാൻ പോവാണ് കേട്ടാ. ലെസ്റ്ററിനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു മിഷൻ കണക്ക് ചെയ്തു കൊടുത്തിട്ട് ലെസ്റ്ററിൻ്റെ നമുക്ക് നല്ല പൈസ വാങ്ങിക്കാം. അതൊന്നും നല്ല ഐഡിയ ആണല്ലേ. നമുക്കതായാലും ലെസ്റ്ററിനെ എന്തായാലും വിളിക്കാം കഴിച്ചു, എന്നിട്ട് എന്തെങ്കിലും മിഷൻ തരുമെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ ലെസ്റ്ററിനെ കണക്ക് നമ്മളെന്തായാലും വിളിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. ലെസ്റ്റർ കണക്ക് നമുക്ക് ഒരു കിടിലം മിഷൻ തന്നിട്ടുണ്ട് കേട്ടാ. ഈ മിഷൻ നമ്മൾ ചെയ്യണേ നമുക്ക് ഒരു പുള്ളി ഒരു 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ആദ്യമേ മര്യാദയ്ക്ക് ഈ മിഷൻ തന്നെ ചെയ്താൽ മതിയായിരുന്നു. അപ്പം നമുക്ക് ഒറ്റയടിക്ക് തന്നെ 1 കോടി ഉണ്ടാക്കാമായിരുന്നു. കുഴപ്പമില്ല, ബാക്കി ഒരെണ്ണം നമുക്ക് വച്ചിരിക്കാം, ആവശ്യം വരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ കാര്യമായിട്ട് ക്യാഷ് ഒന്നും ഇല്ല കേട്ടാ. നമ്മുടെ അക്കൗണ്ടിലാണെങ്കിൽ ആകെപ്പാടെ ഒരു 20 ലക്ഷം രൂപ എന്തോ ഉള്ളൂ കേസ്. ഓക്കെ, കുഴപ്പമില്ല, കിടക്കട്ടെ. ഓക്കെ, നമുക്കെന്തായാലും പോയിട്ട് ആ മിഷൻ ചെയ്യാം കേട്ടാ. എന്താണ് മിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിയിൽ കണക്ക് ഒരു മാൻഷനും കണക്ക് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ആ മാൻഷനിലും കണക്ക് ഒരു ഗോൾഡൻ BMW M3 കണക്ക് കിടപ്പുണ്ട്. ഓക്കെ, നമ്മൾ പോയിട്ട് ആ ഗോൾഡൻ M3 കണക്ക് നൈസായിട്ട് അടിച്ചു വരണം കേസ്. ഓക്കെ, അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആക്കി 1 കോടി രൂപ തരാമെന്നാണ് പറയണമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കെന്തായാലും നേരെ ആ മാൻഷനിലോട്ട് പോയി, എന്നിട്ട് നമുക്ക് വണ്ടി നൈസായിട്ട് അടിച്ചു പറ്റാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് നമ്മളെന്തായാലും ആ മാൻഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് കേസ് ആ മാൻഷൻ എന്ന് പറയണം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഫോർച്യൂണർ ഇവിടെ പാർക്ക് ചെയ്യാൻ കേസ്. നമ്മുടെ വണ്ടിയൊന്നല്ല, കണ്ടവൻ്റെ വണ്ടിയാണ്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഓടി ഇതിൻ്റെ അകത്ത് ഇറങ്ങാം കേസ്. ഓക്കെ, ഇതെന്തായാലും യാതൊരു മില്യണയറിൻ്റെ വീടാണ് കേട്ടാ. നമുക്കെന്തായാലും സൂക്ഷിച്ചും കണ്ടൊക്കെ കയറാൻ കേസ്. ഇത് എന്താണ് സ്റ്റക്കായി നിൽക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ വെളിയിലൊക്കെ ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം കേസ്. ഓക്കെ, ഗോൾഡൻ വണ്ടിയിലാണ്ട് എവിടെയെങ്കിലും കൊണ്ടിടാൻ ചാൻസ് ഉണ്ട് കേസ്. ഓക്കെ, ആ വണ്ടി ഇവിടെയൊന്നും തന്നെ എന്തായാലും ഇല്ല കേട്ടാ. ഇവിടെ ചെറിയ എന്തോ ഗ്യാരേജെല്ലാം ഉണ്ടാവും, ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല കേട്ടോ. അതിൻ്റെ അകത്ത് വണ്ടി കയറില്ല കേസ്. ഓക്കെ, വീടിൻ്റെ അകത്ത് മിക്കവാറും കയറുമായിരിക്കും. നമുക്കതല്ല വീടിൻ്റെ അകത്തൊക്കെ നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ വണ്ടികളൊന്നും ഇല്ല കേസ്. ഓക്കെ, നമുക്കില്ലേ ബാക്ക് സൈഡിലൊക്കെ നോക്കി നോക്കാം കേസ്. ഓക്കെ, ഇവിടെ എന്ത് വണ്ടി ഇല്ലേ? അല്ല, 1 മിനിറ്റ് ഗൈസ്, ഇവിടെ ഒരു BMW കിടപ്പുണ്ട് കേട്ടാ. അത് പക്ഷേ ഗോൾഡൻ അല്ല കേസ്. ഓക്കെ, അത് നോർമലായിട്ടുള്ള ഒരു ഏതാണ് BMW ആണ്. ഓക്കെ, ഗോൾഡൻ വണ്ടിയൊന്നല്ല കേസ്. ഓക്കെ,
നോർമലായിട്ടുള്ളൊരു BMW ആണ്. ഓക്കെ, അതങ്ങനെ നൈസറായി നശിപ്പിച്ചളയാനുണ്ട്. ഓക്കെ ഡാ, നമുക്കെന്തായാലും ബാക്ക് സൈഡിലൊക്കെ നോക്കിയൊക്കെ കേട്ടോ, ബാക്കിലെല്ലാം മിക്കവാറും കാണുമായിരിക്കും വണ്ടി. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒറ്റ ചാട്ടം അങ്ങെടുത്ത് ചാടാം. ഓക്കെ, നമുക്കത് നോക്കാം. യെസ് ഗായ്സ്, ഇവിടെ ഒരു BMW കിടപ്പുണ്ട്. ഇത് തന്നെയാണ് ഗൈസ് ആ BMW എന്ന് വെച്ചാൽ. ഓക്കെ, ലെസ്റ്റർ പറഞ്ഞ ഒരു ഗോൾഡൻ BMW. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഈ ഒരു വണ്ടി എന്തായാലും നമ്മുടെ ലെസ്റ്ററിനിൽ എന്തായാലും കൊണ്ടുപോയി കൊടുക്കാം ഗൈസ്. അപ്പം നമുക്കെന്തായാലും ക്യാഷ് കിട്ടുമായിരിക്കും. ഓക്കെ, എനിക്ക് തോന്നണ കിട്ടുമായിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും 1 കോടി തരുമെന്നാണ് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് സത്യം പറഞ്ഞാൽ 40 ലക്ഷം കൂടെ കിട്ടിയാൽ മതി കേസ്, എന്നാലും നമുക്ക് ഈ ചാലഞ്ചിന് ജയിക്കാൻ പറ്റത്തുള്ളൂ കേസ്. ഓക്കെ, നമുക്കെന്തായാലും കത്തിച്ചെന്നാലും ഇവിടെ ഈ വണ്ടി ഡാമേജ് ആവില്ലേ? ഡാമേജ് ആയാൽ പിന്നെ നമുക്ക് 40 പോലും കിട്ടൂല കേസ്. ഓക്കെ, നമുക്കെന്തായാലും കറക്റ്റ് 1 കോടി ഉണ്ടാക്കണം കേസ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് നേരെ ഇവിടെ ലെസ്റ്ററിൻ്റെ വീട്ടിൽ പോയി, എന്നിട്ട് നമുക്ക് ഈ വണ്ടി നൈസായിട്ട് എന്തായാലും ലെസ്റ്ററിൻ്റെ കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് എന്തായാലും പൈസ വാങ്ങിച്ചുകൊണ്ട് എന്തായാലും പോവാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും കേസ് ആ ഒരു ഏതാണ് ഗോൾഡൻ BMW M3 കണക്ക് നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും കൊടുത്തേക്കാണ് കേട്ടോ. നമ്മുടെ ലെസ്റ്ററിൻ്റെ കണക്ക് ആ വണ്ടി കണക്ക് കൊടുത്തേക്കാണ് കേട്ടോ. ലെസ്റ്റർ കണക്ക് നമുക്ക് പിന്നെ ഗിഫ്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു ഏതാണ് സ്കോർപ്പിയോടെ എന്നും കൂടെ തന്നെ കേട്ടോ. അതെന്തായാലും കൊള്ളാം കേട്ടോ. നമുക്ക് എന്തായാലും ഒരു സ്കോർപ്പിയോ എന്നും കൂടെ എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല കേസ്, നമുക്കാണെങ്കിൽ അല്ലാതെ 1 കോടി കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പക്ഷെ 40 ലക്ഷം കൂടെ മതിയായിരുന്നു കേസ് 1 കോടി ആക്കാനായിട്ട്. ഓക്കെ, അതെന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഈ ചാലഞ്ചിന് കണക്ക് ജയിച്ചേക്കാണ് കേസ്. ഓക്കെ, ഇനിയിപ്പോൾ ഷിൻചാൻ എന്ത് തരുമെന്ന് മാത്രം നമുക്ക് ആലോചിച്ചാൽ മതി, വേറെ ആവശ്യം തന്നെ ഇല്ല കേട്ടോ. നമ്മുടെ പിന്നെ ഒരു ഡിഫൻഡർ ഉണ്ട് കേട്ടോ, അതിവിടെ സൈഡിൽ കിടക്കാനുണ്ട്. അതാണ് ഈ കിടക്കുന്ന വണ്ടിയെന്ന് വെച്ചാൽ. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം കേസ്, ഒരു വെള്ള വണ്ടിയാണ്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു സ്കോർപ്പിയോ കൊണ്ട് നേരെ എന്തായാലും അകത്ത് കയറ്റാം കേട്ടോ. ഷിൻചാനെ ഫ്രാങ്ക്ലിൻ ചേട്ടാ വന്നാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ 1 കോടിയൊക്കെ ഉണ്ടാക്കിയില്ലേ? ഡിഫൻഡർ വിറ്റപ്പോൾ 2 കോടിയെങ്കിലും കിട്ടി കാണാം, അല്ലെ പകുതി പൈസ വെച്ച് വാങ്ങിച്ചതല്ലേ ഈ സ്കോർപ്പിയോ? ഇല്ലടാ ഷിൻചാനെ, നമ്മുടെ ഡിഫൻഡർ അവിടെ തന്നെ ഉണ്ട്. ഞാൻ അല്ലാതെ തന്നെ ബുദ്ധിപരമായി ഞാൻ ആലോചിച്ച് പൈസ ഉണ്ടാക്കി. ശരി, ഞാൻ ഇപ്പോൾ 1 കോടി ഉണ്ടാക്കി. 1 കോടിയല്ല, അതിനെക്കാട്ടും മേലെ ഞാൻ കുറേ ക്യാഷ് ഉണ്ടാക്കി. അപ്പം ഞാൻ ഈ ചാലഞ്ചിനെ ജയിച്ചല്ലോ. അപ്പം ഇനി എനിക്ക് എന്ത് സാധനമാണ് കിട്ടാൻ പോണ? എന്തൊരു സാധനം? താങ്ക് യു ഫ്രാങ്ക്ലിൻ ചേട്ടാ. എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് 1 കോടി ഉണ്ടാക്കിയില്ലേ? എടാ പൊട്ടാ, നീ അപ്പം എന്നെ വട്ടം കളിപ്പിക്കായിരുന്നല്ലേ? എടാ, നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? എനിക്ക് തോന്നിയിരുന്നു നീ പൈസയും തരില്ലെന്ന്. ഇന്ന് നിന്റെ കാര്യത്തിൽ തീരുമാനം അവിടെ ഷിൻചാനെ അല്ല പിന്നെ. ഓക്കെ ഗായ്സ്, ഓക്കെ അപ്പം ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും ഒരു കിടിലൻ വീഡിയോ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് അടുത്ത് കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ പുതിയൊരു കിടിലൻ വീഡിയോ വീണ്ടും വരുന്നതാണ്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.